ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ലൈക്ക് ചെയ്തിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മെറ്റാലിക് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റം സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരു സൂചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെറ്റാലിക് ത്രെഡ്. അപ്പോൾ നമുക്ക് പല കളറിലും മെറ്റാലിക് ത്രെഡ് കിട്ടും. ഇത് ഇത്തിരി കട്ടി കൂടിയ പോലത്തെ ത്രെഡായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് 12 ഇഴയുണ്ട്. നമുക്ക് 3 ഇഴ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രംഗോലി ത്രെഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ 6 ഇഴയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നൂല് 3 ഇഴയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഈസിയായിരുന്നു. ഇത് നമുക്ക് അങ്ങനെ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടി വെച്ചിട്ട് വലിച്ചെടുക്കുക പതുക്കെ എന്നാലും അല്ലെങ്കിൽ കെട്ടിട്ട് പോകും കേട്ടോ. കെട്ട് കൂടും. അപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ അതേ ഞാൻ 3 ഇഴയായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സ്റ്റം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നീക്കിയിട്ട് നമ്മൾ സൂചി താഴ്ത്തി കൊടുക്കുകയാണ്. താഴ്ത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പൊന്തിച്ചെടുക്കുന്നത് നമ്മൾ ആദ്യം കുത്തിയ പോയിൻ്റ് ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ പൊന്തിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ കുറച്ച് നീക്കിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുത്തുക. അതിന് ശേഷം നമ്മൾ ആദ്യം കുത്തിയ പോയിന്റിലേക്ക് കുത്തി കൊടുക്കുക. കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലേക്ക് നൂലിരിക്കുന്ന രീതിയിൽ ഇരിക്കണം കേട്ടോ. താഴേക്കായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നമ്മൾ മുകളിൽ എപ്പോഴും നൂല് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ തള്ളവിരൽ ഉപയോഗിച്ച് അത് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അയഞ്ഞ് പോരണ പോലെ ആയിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യുമ്പോൾ. നമ്മൾ വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. നമ്മൾ പല നൂല് വെച്ചിട്ട് സ്റ്റം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ സ്റ്റം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ സൂചി അടിയിൽ നിന്ന് പൊന്തിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് നീക്കിയിട്ട് സൂചി താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും പൊന്തിച്ചെടുക്കുന്നത് ആദ്യം കുത്തിയ പോയിന്റിലേക്കായിരിക്കണം പൊന്തിച്ചെടുക്കുന്നത്. അപ്പോൾ പൊന്തിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആ മുകളിലേക്ക് കിടക്കണം നൂല്. ആദ്യം കുത്തിയ പോയിന്റിൽ നിന്ന് കിടക്കണ നൂലുണ്ടല്ലോ അതിങ്ങനെ മുകളിലേക്കായിട്ട് തന്നെ കിടക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കെട്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കെട്ടാവാണ്ട് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ പിരിഞ്ഞു പോകും ഇത് ചെയ്യണ സമയത്ത്. അല്ലാണ്ട് ഈ നൂലിനല്ല പിരിച്ചിലുണ്ടാവുക. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് പിരിച്ചിൽ പോലെ തോന്നും നമുക്ക്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നൂലിനെ ഒന്ന് പിരിച്ച് സെറ്റാക്കാൻ നോക്കിയാലും അത് ശരിയായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് സൂചി ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സൂചി ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതൊരു ത്രെഡ് വെച്ച് ചെയ്യണ പോലെ തന്നെയും നമ്മൾ ഈ ത്രെഡിനകത്ത് കെട്ടിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു റെഡ് കളർ മെറ്റാലിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 ഇഴ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ സൂചി എടുക്കുമ്പോൾ നമ്മൾ ആ നൂല് കയറാൻ പാകത്തിനുള്ള സൂചി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അതിന് നമ്പറുകളൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ നമുക്ക് സൂചിയിൽ നൂല് കറക്റ്റായിട്ട് കോർത്തെടുക്കാൻ പറ്റണം. അപ്പം നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റം സ്റ്റിച്ച് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വർക്ക് ഫുള്ളും സ്റ്റം സ്റ്റിച്ചിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ടാണ് ലീഫിൻ്റെ ഭാഗം ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റണതാണ് കേട്ടോ മെറ്റാലിക് ത്രെഡ് വെച്ചിട്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.